കോട്ടപ്പുറം രൂപതയിലെ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്കയിൽ പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ 517ാമത് കൊമ്പ്രേരിയ തിരുനാൾ ആയിരങ്ങൾ പങ്കെടുത്ത് ഭക്തിസാന്ദ്രമായി. ആഘോഷമായ തിരുനാൾ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് കോഴിക്കോട് രൂപതാ മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികനാവുകയും വചനപ്രഘോഷണം നടത്തുകയും ചെയ്തു. മഞ്ഞപ്പൽ മാതാവിന്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് ഈ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഈ ബലിവേദിക്കും ചുറ്റും കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ ദിവ്യബലിയിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മ ഈശോയുടെ ഏറ്റവും അടുത്തിരുന്ന വ്യക്തിയാണ്. ഈശോയുടെ ഏറ്റവും അടുത്തുണ്ടായിരുന്ന വ്യക്തിയാണ് അറിയാം. വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദുരിതം അനുഭവിക്കുന്നവരോടുള്ള ഐക്യദാർഢ്യവും സ്നേഹവും ബിഷപ്പ് അനുസ്മരിച്ചു. അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളെയും നമ്മുടെ ദേശത്തെയും പ്രത്യേകിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഉരുൾപൊട്ടൽ പോലെ വേദനിക്കുന്ന വയനാട്ടിലെ ജനങ്ങളെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് പ്രീതികരമായി തീരുന്നതിന് വേണ്ടി നമ്മുടെ പാപങ്ങളെ കുറിച്ചോർത്ത് മനസ്സപിച്ച് നമുക്ക് ഏറ്റുപറയാം. തുളസിയന്തിമാരുടെ കുടുംബാംഗങ്ങൾ കാഴ്ച സമർപ്പണം നടത്തി. തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രദർശനവും നടന്നു. മഞ്ഞുമാതാ ബസിലിക്ക റെക്ടർ മോൺസിഞ്ഞോർ ആന്റണി കുരിശിങ്കൽ, സഹവികാരിമാരായ ഫാദർ ഫിലിപ്പ് ടോണി ഫിൻഹീറോ, ഫാദർ ജോമിത് ജോർജ് നടുവിലവീട്ടിൽ, തിരുനാൾ ജനറൽ കൺവീനർ അലക്സ് താളുപ്പാടത്ത്, സെക്രട്ടറി റോയി വലിയ വീട്ടിൽ, ഫ്രാൻസിസ് തങ്കച്ചൻ തട്ടാരുപറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ 85 ക്രിസ്ത്യാനിമാരും തിരുനാളിന് നേതൃത്വം നൽകി. ആഗസ്റ്റ് 15-നാണ് 8ാം ഇടം. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.